വന്ദേമാതരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കേണൽ മാത്യു സാബാണ്. കാസർഗോഡ് ജില്ലയിൽ തയ്യേനിയിൽ പെരിങ്ങലംകാട്ടിൽ അബ്രഹാം ഏലിയാമ്മ ദമ്പതികളുടെ മകനായി 1971 മാത്യൂസ് എന്ന ഈ പട്ടാളക്കാരന്റെ ജനനം. തയ്യേനി ഗവൺമെന്റ് UP സ്കൂൾ, പാലാവയിൽ സെന്റ് ജോൺസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പയ്യന്നൂർ കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദം. പിന്നീട് പ്രശസ്തമായ IMAയിൽ മിലിറ്ററി പരിശീലനത്തോടൊപ്പം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ മാത്യു സാർ ഇന്ന് സിഖ് റെജിമെന്റ് ഓഫീസറായി സേവനം അനുഷ്ഠിക്കുകയാണ്. 2003 ജൂലൈ 21 തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് മാത്യു സാബിന് തലയ്ക്ക് വെടിയേൽക്കുന്നത്. 2 ബുള്ളറ്റുകളാണ് അദ്ദേഹത്തിന്റെ തലയിൽ തറച്ചു കയറിയത്. അതിലൊന്ന് നീക്കം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എങ്കിലും മറ്റൊരു ബുള്ളറ്റ് ഇന്നും നീക്കം ചെയ്യാനാവാതെ അദ്ദേഹത്തിന്റെ ശിരസിലുണ്ടെന്ന സത്യം നാം വിസ്മരിക്കരുത്. സംസാരശേഷി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഇന്ന് കുറച്ചെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്നത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ശൗര്യ ചക്ര നൽകി ആദരിച്ചു. സാർ, ആർമിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ആർമി എന്നത് സാറിൻ്റെ ഒരു പാഷനായിരുന്നു? പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ കോളേജിൽ പഠിച്ച സമയത്ത് വലിയ ആഗ്രഹങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ആർമിയിൽ ചേരാനുള്ള ആഗ്രഹമുണ്ടായി. അപ്പം അതെങ്ങനെയാണ് അതിലേക്ക് ചേരാനൊരു ആഗ്രഹം മാത്രം പോരല്ലോ, അതിലേക്കുള്ള ഒരു സാഹചര്യം എങ്ങനെ തുറന്നു കിട്ടി സാർ? എങ്ങനെയോ NCC ഒക്കെ NCC വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ NCCയിലുള്ള ഒരു അടുത്ത സുഹൃത്ത്, അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് NCCയോടും ആർമിയോടും ഒക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടായി. അതിൽ NCC ചേരാനൊരു അവസരം കിട്ടിയില്ല. പക്ഷെ അതിലൂടെ അപ്പം ഒരു NCCക്കാരന്റെ ചിട്ടയും പിന്നെ അച്ചടക്കമൊക്കെ ആ പുള്ളി അദ്ദേഹത്തിനില്ല, ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. ക്ലാസ്സിലൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അദ്ദേഹമാണ് കൂടുതൽ ഈ ആർമിയും NCC വഴി ആർമിയിലേക്കുള്ള ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ട് മാറിയ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഗംഗാധരൻ. ഇപ്പൊ ഈ ആർമിയിലേക്ക് ചേരണം എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു? അവര് ഇതിന് അനുകൂലമായിരുന്നോ, അല്ല ഇനി ആർമിയിൽ പോണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ സപ്പോർട്ടായിരുന്നു. അത് ചാച്ചനും പറഞ്ഞത്. പക്ഷെ അദ്ദേഹം PSC എഴുതി. അപ്പം വില്ലേജ് അസിസ്റ്റന്റ് ആയിട്ട് അത് കിട്ടി. പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു ഇത് വന്നു. പിന്നെ ഈ ആർമിയിലേക്ക് എഡ്യൂക്കേഷൻ NC ആയിട്ടാണ് ചേരുന്നത്. അപ്പൊ ഈ 3 ഒരേ സമയത്ത് തന്നെയാണ് വന്നത്. അപ്പൊ ഇതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടായി. നാട്ടിലെ ജോലി ചെയ്യണോ, പിന്നെ പോലീസിൽ ചെയ്യണോ, ആർമിക്കാരനായിട്ട് ചേരണോ? അപ്പൊ ചാച്ചൻ പറഞ്ഞു, ഏറ്റവും വളരെ സത്യസന്ധനായ ഒരു കർഷകനാണ് അദ്ദേഹത്തിന് ചാച്ചൻ പറഞ്ഞു, പിന്നെ ഒരു അഴിമതി ഇല്ലാത്ത, കൈക്കൂലി വാങ്ങാത്ത ഒരു ജോലി ആർമിക്കാരൻ്റെയാണ്. അതുകൊണ്ട് നീ ആർമി തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ്റെ താല്പര്യത്തോട് അദ്ദേഹം അനുകൂലിച്ച് അങ്ങനെ ആർമിയിൽ ചേരുകയായിരുന്നു. സാറിൻ്റെ ട്രെയിനിങ് എവിടെ വെച്ചായിരുന്നു? ആ സമയത്തുണ്ടായ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യം ബേസിക് ട്രെയിനിങ് പിന്നെ IMA ACC അക്കാഡമിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ IMA 4 വർഷം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിൽ. ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം സാറിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ഏത് വർഷം? 2000 ഡിസംബർ 9 പിന്നെ ഓഫീസറായിട്ട് കമ്മീഷൻ ആവുന്നത്. ഡിസംബർ 18 തന്നെ ആ വർഷം തന്നെ കല്യാണവും കഴിഞ്ഞു. കല്യാണത്തിന് ശേഷമാണ്
പിന്നെ ഇവരുടെ റെജിമെൻ്റൽ സെൻ്ററായ 3 സിഖ് ഓഫീസറാണ്. സിഖ് റെജിമെൻ്റ് സെൻറ്റർ രാംഗഡിൽ, ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം പഞ്ചാബിലെ ബട്ടിണ്ടയിലേക്ക് ഇവർ ഒരു യൂണിറ്റ് അന്നേരം പഞ്ചാബിലുണ്ടായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു. 2-3 മാസത്തിനുള്ളിൽ തന്നെ അവർ കാശ്മീരിലേക്ക് രജോറി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർ യൂണിറ്റ് മൂവ് ചെയ്ത്. അവിടെ വെച്ചാണ് സാറ് തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ ആദ്യമേ ഇത് പങ്കെടുക്കുന്നത് പിന്നെ ടെററിസ്റ്റ് ആക്രമണം അല്ല രജോറി എന്ന് പറയുന്ന ഒരു ബോർഡർ പ്രദേശമാണ് പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെയും. അപ്പോൾ നിരന്തരമായിട്ട് തീവ്രവാദികളായിട്ട് ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ യൂണിറ്റ് 3 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 150-ലധികം അത്രയും ആളുകളെ തീവ്രവാദികളെ വധിച്ച് ഇവർക്ക് പ്രത്യേക പ്രസിഡന്റിൻ്റെ അടുത്തുനിന്ന് അവരുടെ യൂണിറ്റിന് പ്രത്യേക സൈറ്റേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ സാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ആദ്യം സേനാ മെഡലും പിന്നീട് ശൗര്യ ചക്രയും ലഭിച്ചത് ഈ 2003-ലും 2004-ലുമായിട്ട്. എൻ്റെ പേര് ആലീസ് ജോസ്. എൻ്റെ സഹോദരനാണ് മാത്യു. അവന് ചെറുപ്പത്തിലൊക്കെ പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. പഠിച്ചു ഒരു നല്ല നിലയിലെത്തണമെന്ന്, കുടുംബത്തെ രക്ഷിക്കണമെന്നൊക്കെ ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവന് SI ആയിട്ട് സെലക്ഷൻ കിട്ടിയപ്പം ചാച്ചൻ പറഞ്ഞു അതിന് പോകേണ്ട, കാരണം കൈക്കൂലിയൊക്കെ മേടിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഈ മിലിറ്ററിയിലേക്ക് തന്നെ അവൻ പോയി. അവിടുന്ന് നല്ല ഉയർന്ന നല്ല സ്ഥാനത്തെത്തി. ഞങ്ങൾ 8 സഹോദരങ്ങൾ, 6 പെണ്ണും 2 ആണും. അപ്പോൾ ഇവൻ ജോലിക്ക് പോയപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുപ്പം മുതലേ പള്ളിയിൽ പോവും, വേദപാഠത്തിന് പോവും, അങ്ങനെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ വളർന്നു. അവിടുന്നാണ് അവന് നല്ല നിലയിലെത്താൻ കഴിഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ നല്ല നിലയിലെത്തുകയും ചെയ്തു. അങ്ങനെ അന്നേരമാണ് ഇവന് അപകടം പറ്റുന്നതും. അവന് വെടിയേറ്റ് ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ അവൻ്റെ റൂമിലിരുന്ന് രൂപമൊക്കെ വെച്ച് അവൻ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവന് ബോധമൊന്നുമില്ലാതെ കിടക്കുവാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവന് പിന്നെ ഞങ്ങൾ വിളിക്കുമ്പം പറയും ഇവൻ്റെ കാലൊന്ന് അനങ്ങി, കൈയൊന്ന് അനങ്ങി. അങ്ങനെ അവനെ ദൈവം രക്ഷിച്ചു. ആ സമയത്ത് മാഡം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. സാറിന് അവിടെ വെച്ചിട്ട് എന്തോ അപകടം പറ്റിയത് അവിടെ വെച്ചിട്ടാണോ? അപകടം പറ്റിയത്. സാറിന് അവിടെ ഉണ്ടായ ഒരു അനുഭവത്തെ ഒന്ന് വിവരിക്കാമോ? ജൂലൈ 21 ആയിരുന്നു അപകടം. അപകടം എന്നല്ല, ഏറ്റുമുട്ടൽ എന്ന് പറയും. അപ്പം അവിടെ ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് എപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നൊരു സ്ഥലമാണ്. അപ്പം ഒരു ദിവസം ഇവർക്ക് ഒരു അറിവ് കിട്ടി, ഒരു വീട്ടിൽ അവർ താവളം അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ കുറേ പട്ടാളക്കാർ ചേർന്ന് 6 തീവ്രവാദികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇതറിഞ്ഞ് ഇവര് ഗ്രൂപ്പായിട്ട് പോയിട്ട് അവരെ അന്വേഷിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അപ്പോൾ അത് അതിനു മുമ്പ് അവർക്ക് വിവരം കിട്ടിയിട്ട് അവരവിടുന്ന് മാറി ഒരു വയലിലേക്ക് മാറി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്ന വഴിയിലായിരുന്നത്. അപ്പോൾ അവർ നേരിട്ട് ഏറ്റുമുട്ടലുണ്ടായി. അപ്പോൾ 24 മണിക്കൂർ പിന്നെ ഏറ്റുമുട്ടൽ 24 മണിക്കൂറോളം നീണ്ടു നിന്നു. അതിനുശേഷം ഇവരൊക്കെ ആദ്യം അപകടം ഉണ്ടായി. അതിനുശേഷം ഇവരെ പിന്നെ കൂടെയുള്ളവർ ഇവര് എല്ലാം കൂടെ ചേർന്നിട്ട് 24 മണിക്കൂർ അവര് ഈ ഓപ്പറേഷൻ തുടർന്നു. അതിനുശേഷം അവരെല്ലാം നമുക്ക് നശിപ്പിക്കാൻ സാധിച്ചു. എന്നാലും ഇവർക്കും നല്ല പരിക്ക് പറ്റി, തലയ്ക്ക് വെടിയേറ്റു. അത് കൂടെ ഉണ്ടായിരുന്ന 2 പട്ടാളക്കാർക്കും പരിക്ക് പറ്റി. എന്നാലും അവരെ നമ്മളെ നശിപ്പിക്കാൻ വന്ന അവരെ നമുക്ക് അവിടുന്ന് തുടച്ചു നീക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ നേട്ടം തന്നെയാണ്. ശരിക്കും ഒരു സൈനികന്റെ ജീവിതം എന്ന് പറയുമ്പം അവരുടെ ഫാമിലി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാവും. അപ്പം സാർ ഇങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ സാറിൻ്റെ വൈഫും അതുപോലെ മാതാപിതാക്കളൊക്കെ അവരുടെയൊക്കെ അവസ്ഥ ശരിക്കും
എങ്ങനെയായിരുന്നു അവർ ആ ഒരു അത് പീരീഡിനെ അതിജീവിച്ചത്? പ്രാർത്ഥിച്ചും പിന്നെ ആർമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്, പിന്നെ സെപ്പറേഷന് ഒരുപാട് ടെൻഷനുകളുണ്ട്. അതേസമയം ആർമിയെ പോലെ ഇങ്ങനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ വേറെ ഇല്ല. കാരണം നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഏത് സമയത്തും അവർ ആ അപകടം ഉണ്ടായ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെയും നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം അവർ ഇത്രയധികം സപ്പോർട്ട് ആർമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. തലയ്ക്കിപ്പോൾ വെടിയേറ്റു എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം എങ്ങനെയായിരുന്നു സാറ്? ഇപ്പം സാറിന് പെട്ടെന്ന് ബോധം പോയി, തലയ്ക്കാണ് വെടിയേറ്റത്. പിന്നെ രജോറിയിലെ ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പിറ്റേ ദിവസം പിന്നെയാണ് ഹെലികോപ്റ്ററിന് ഉദംപൂര് കമാൻഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് വലിയ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം ഞാൻ കേരളത്തിലായിരുന്നു, നാട്ടിലായിരുന്നു. അപ്പോഴും നമുക്ക് അറിവ് കിട്ടി ഇങ്ങനെ എത്തണം എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ ആരെയും തിരിച്ചറിയാത്ത വെന്റിലേറ്ററിൽ ആണ്, മെഷീൻ്റെ സപ്പോർട്ടോടെയാണ് ശ്വസനവും എല്ലാ പ്രവർത്തനവും. ആരും തിരിച്ചറിയില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാലം. അതിന് നമ്മൾ ഒരു 2 മാസത്തോളം അവിടെ തന്നെയായിരുന്നു കമാൻഡ് ഹോസ്പിറ്റലിൽ. ഒരു മാസത്തിന് ശേഷമൊക്കെ അദ്ദേഹം പതുക്കെ പ്രതികരിച്ചു തുടങ്ങി. ഒരു കണ്ണു തുറക്കാനും ചെറിയ ശബ്ദത്തോട് പ്രതികരിക്കാനൊക്കെ. സംസാരശേഷി അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ട് തുടരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ ചില സമയം നമുക്കത് സംസാരശേഷി ഉണ്ടാവുകയില്ല, ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഒരുപാട് നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഇവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ദൈവാനുഗ്രഹത്താൽ പതുക്കെ ഒരു 3 മാസം കൊണ്ട് വീൽ ചെയറിൽ നാട്ടിലേക്ക് വരാനുള്ളൊരു സ്ഥിതിയായി. അങ്ങനെ ഒരു ഒക്ടോബറിലേക്ക് ഞങ്ങൾ നാട്ടിലെത്തി. ഇപ്പം ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച സമയമായിരിക്കുമല്ലോ? തീർച്ചയായും. അപ്പം എത്രത്തോളം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ സ്വാധീനിച്ചെന്ന് ശരിക്കും മനസ്സിലാക്കിയ സമയം, അതിനെക്കുറിച്ചിട്ട് മാഡത്തിന് എന്താ പറയാനുള്ളത്? അതെ, നമ്മൾ അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇവർ ഹോസ്പിറ്റലിലേക്ക് റിസീവ് ചെയ്ത ഒരു നഴ്സിംഗ് ഓഫീസർ അന്നമ്മ മാഡം, അവർ പറഞ്ഞു ഞാനിങ്ങനെ ഒരു നേർച്ച നടന്നിട്ടുണ്ട്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയിട്ട് പിന്നെ മാത്യു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാത്യു ധ്യാനം കൂടാമെന്ന് നേർച്ച നടന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പ്രാർത്ഥന. ഞങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് നടന്നൊരു പ്രാർത്ഥനയാണത്. ഞാൻ അറിയുന്നില്ല ആ സമയത്ത്. അതുപോലെ പിന്നെ അറിഞ്ഞ ആളുകളെല്ലാം ഒരുപാട് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇത്രയധികം പ്രാർത്ഥനകളും പിന്നെ നേർച്ചകളും ഒക്കെ എല്ലാവരും നേർന്നു, അറിഞ്ഞവരും കേട്ടവരും ഒക്കെ. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചിട്ട് ഞാനപ്പം മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു, ആദ്യത്തെ കുട്ടീനെ. ഞാനൊരു 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇവരുടെ കൂടെ തന്നെയായിരുന്നു. ഏതായാലും ദൈവം ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു തന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയും ദുഃഖങ്ങളും ഉണ്ടായപ്പോൾ എങ്ങനെയാണ് സാർ അതിനെ ഓവർകം ചെയ്തത്? ആത്മീയ ജീവിതവും പ്രാർത്ഥനയും എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? പനിക്കൽ അച്ഛനെ കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ്. കാരണം പനകിച്ചനും പറഞ്ഞു ഇങ്ങനെ ദൈവത്തിന് ഒരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞ അച്ഛൻ തലയ്ക്ക് കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പിന്നെ അത് പിന്നെ ദൈവം നിന്നെ പറ്റി കരുതലുള്ളതാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു ശക്തി കിട്ടി. ഇപ്പം ഇത്ര ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒരു തരണം ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസവും ദൈവ ആശ്രയത്വവും ഒക്കെ അതോടെ ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോവുകയും ഒരാഴ്ച ധ്യാനം കൂടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു വലിയ അനുഭവത്തിൻ്റെ സമയമായിരുന്നു. ഞാൻ വിനോദ് നാരായണൻ, മാത്യൂസിൻ്റെ നെയ്ബറാണ്. ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്.
മാത്യൂസിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ്സിൽ ഞങ്ങളെല്ലാവരും ഇവിടെ പുതിയതായി ഇവിടെ വന്നതിന് ശേഷമാണ് മാത്യൂസിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു മോർ ദൻ എ നെയ്ബർ, ഞങ്ങൾ ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളാണ്. അതിന് ഉപരി ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെയുള്ള എല്ലാ റെസിഡൻസിനും മാത്യൂസ് ഞങ്ങളൊരു ഹീറോ ആണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് നമ്മുടെ സോൾജേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ എപ്പോഴും ഞങ്ങൾ നോക്കിക്കണ്ടത്. ഇവിടെ ഞങ്ങൾ 24 ഫാമിലീസ് ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഒരു ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മാത്യൂസാണ്. കാരണം അത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ സമീപിക്കുന്നത്. മാത്യൂസ് കൂടുതൽ അടുത്ത് അറിഞ്ഞപ്പോഴാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം കോളേജിൽ അദ്ദേഹത്തെ കൂടെ പഠിച്ചത്. അവരൊക്കെ പറഞ്ഞത് ചെറുപ്പം മുതൽ തന്നെ മാത്യൂസിന് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്കൂൾ ലീഡറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പട്ടാളക്കാരനാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നവും അതായിരുന്നു. നമ്മുടെ സോൾജേഴ്സിന് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം ശൗര്യചക്ര, അതും നമ്മുടെ മുൻ രാഷ്ട്രപതി, നമ്മുടെ പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്തരം സാക്രിഫൈസാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് വിലമതിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം നമ്മൾ സമൂഹം അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തും സ്കൂൾ പഠനകാലത്തും അതുപോലെ കോളേജ് ലൈഫിലും പിന്നീട് ജോലിയിലും ഒക്കെ സീരിയസ് ആയി കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഹോബീസ് ഉണ്ട് സാറിന്? ഹോബീസ് എന്ന് പറഞ്ഞാൽ ചിത്രരചന ഉണ്ട്. പക്ഷേ അപകടം പറ്റിയതിന് ശേഷം ചിത്രം വരച്ചിട്ടില്ല. സർവീസിലായിരിക്കുമ്പോൾ വരച്ചിട്ടുണ്ട്. സർവീസിലായിരിക്കുമ്പോഴോ സ്കൂളിൽ കലാപ്രതിഭയൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ പിന്നെ ഇതിലൊക്കെ പ്രസംഗം, പിന്നെ നാടകത്തിൽ അഭിനയിക്കുക, പിന്നെ ചിത്രരചന, പിന്നെ അതിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ ലീഡറായിരുന്നു പാലാവയിൽ സെൻറ് ജോൺസ് ഹൈസ്കൂളിൽ. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്കൂൾ ജീവിതവും ആയിരുന്നു. സാറ് പാട്ട് പാടുമോ? എന്ന് പറഞ്ഞാൽ പാടും. പക്ഷേ കുട്ടിക്കാലത്ത് നന്നായി കൊയർ ടീമിലൊക്കെ പള്ളിയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൂ. സാർ ഒരു 2 വരി ഇപ്പം ഞങ്ങൾക്കായിട്ട്. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്നായിട്ടുണ്ട് സാർ. പണ്ട് കാലത്ത് മാത്രമല്ല ഇപ്പോഴും സാറ് നന്നായിട്ട് പാടുന്നുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു. സാറിൻ്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താമോ? കുടുംബം പിന്നെ പലാവയിൽ തയ്യനിയിലാണ് ഞങ്ങളുടെ വീട്. പിന്നെ ചാച്ചനും അമ്മയൊക്കെ ഇപ്പം ചാച്ചനില്ല, അമ്മയുണ്ട്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ആ ചെറുപുഴ ആ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇപ്പം ഞങ്ങളിവിടെ കണ്ണൂർ, ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. മോൻ 9ാം ക്ലാസ്സിൽ, മോള് 5ാം ക്ലാസ്സിൽ. മാഡം ഞാൻ ടീച്ചറാണ്, ഗവൺമെൻറ് സർവീസിലാണ്, ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ജന്മനാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരു വീരപുത്രനാണ് സാറ്. തീർച്ചയായും സാറിനെ തേടി ഒരുപാട് അംഗീകാരങ്ങൾ വന്നിട്ടുണ്ടാവും. ഏതൊക്കെ അംഗീകാരങ്ങളാണ് സാറിനെ തേടി വന്നിട്ടുള്ളത്? ശൗര്യചക്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് നിന്ന്, അബ്ദുൾ കലാം സാറിൻ്റെ അടുത്ത് നിന്ന്. അത് ധീരതയ്ക്ക് കൊടുക്കുന്ന അവാർഡാണ്. ധീരതയ്ക്കുള്ള അവാർഡ്, ശൗര്യചക്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു ശൗര്യചക്ര? 2004. അതിനു മുമ്പ് തന്നെ ചീഫ് ഓഫ് ആർമിയുടെ പിന്നെ സേനാ മെഡൽ 2003 ലഭിച്ചിട്ടുണ്ട്. അതും ധീരതയ്ക്കുള്ള അവാർഡാണ്. ഇത് രണ്ടാണ് നാഷണൽ ലെവലിൽ ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. തീർച്ചയായും അന്നത്തെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്, APJ അബ്ദുൽ കലാം സാറിന്റെ കയ്യിൽ നിന്നാണ് ശൗര്യചക്ര ലഭിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. ശരിക്കും സന്തോഷം തോന്നി. കാരണം APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആണ്, പ്രതിഭയാണ്. അദ്ദേഹം പേഴ്സണലി ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രത്യേകിച്ചും
ഇങ്ങനെ ഒരു സൈഡിലേക്ക് നിൽക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരികയും നിങ്ങൾ എവിടെ നിന്നാണ്, അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. ഓ, നിങ്ങൾ മലയാളികളാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം നടന്നു പോവുകയും ചെയ്തു. അത്രയും വലിയൊരു മനുഷ്യൻ. പാർലമെന്റ് ആക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ പരാക്രമിൽ സാറ് ഭാഗമായിട്ടുണ്ടോ? അതിനെക്കുറിച്ചിട്ടുള്ള ഓർമ്മ ഒന്ന് പുതുക്കാമോ? പങ്കെടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ. 2002 ആ സംഭവം. ആ സമയത്ത് സാറ് ലീവിലുണ്ടായിരുന്നു. അപ്പം പിന്നെ അനിയൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെത്തിയതായിരുന്നു. ജനുവരി 10 കല്യാണം. അപ്പം ഡിസംബർ ലാസ്റ്റ് വീക്കിൽ വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയമാണ് ഓപ്പറേഷൻ പരാക്രം ആരംഭിക്കുന്നു, ആർമിയിലുള്ള എല്ലാവരും ലീവിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നത്. അപ്പം അതിന് എല്ലാവർക്കും ടെലഗ്രാം അയച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു വാർത്ത വന്നു. അപ്പം നമുക്ക് ടെലഗ്രാം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സാറ് പറഞ്ഞു ഞാനും പോവുകയാണ്. അപ്പം ഞങ്ങൾക്കെല്ലാം വിഷമമായി, ആകെ ഒരു അനിയനേ ഉള്ളൂ. അപ്പം സാറ് പറഞ്ഞു ഡ്യൂട്ടി തന്നെയാണ് ആർമിക്കാരന് ഫസ്റ്റ്, രാജ്യത്തിന് ഞങ്ങളെ ആവശ്യമുള്ള സമയമാണ്, ഞാനില്ലെങ്കിലും എൻ്റെ കല്യാണമൊക്കെ ഭംഗിയായി നടക്കും, അതിനെല്ലാ ആളുകളും ഇവിടെയുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് 5-ാം തീയതി പുറപ്പെട്ടു. സർ, രജൗരിയിലെ തീവ്രവാദി ആക്രമണത്തിൽ സാറിൻ്റെ ഹെഡിൽ ബുള്ളറ്റ് കൊണ്ട് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഇപ്പം ബുള്ളറ്റ് ഇഞ്ചുറി സാരമായ പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്താണ് വെടിയേറ്റത്. അപ്പോൾ അതിൻ്റെ വലിയ കഷ്ണം അവർ ബുള്ളറ്റിൻ്റെ നീക്കം ചെയ്തു. പക്ഷെ ചെറിയ പീസ് അവർക്ക് നീക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇപ്പോഴും തലച്ചോറിൽ ഉണ്ട്. അപ്പം ബ്രെയിനിൽ അത് തറച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ അപകടമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ അത് സ്റ്റെറൈലാണ്, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതുകൊണ്ട് അതിപ്പോഴും തലയിലുണ്ട്. അപ്പം തലച്ചോറിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ സെറിബ്രം എന്ന് പറയുന്ന ഭാഗത്താണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുൻഭാഗം സയൻസ് പ്രകാരം പിന്നെ വലത് കൈ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, വലത് കൈ ഡോമിനൻ്റ് ആയ ഒരാളുടെ ഇടതുവശത്തെ ഭാഗങ്ങളാണ് തലച്ചോറാണ് ആ ഭാഗമെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം സാറിൻ്റെ ഇടതുഭാഗം പരിക്ക് പറ്റിയതുകൊണ്ട് സംസാരത്തെയും അതുപോലെ വലതുവശത്തിൻ്റെ മൂവ്മെൻറ്റ്, വലത് കൈ, വലത് കാല്, അതുപോലെ മുഖം തൊട്ടിട്ട് ഒരു തളർച്ച ബാധിച്ചിട്ടുണ്ട്. കാലിന് ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്, വലിയ വിഷമമില്ല. കൈക്കുണ്ട്, അതുപോലെ സംസാരത്തിന് നല്ല വിഷമമുണ്ട്. സംസാരം തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു ഫ്ലൂവൻസി കുറവുണ്ട്. പിന്നെ അതാണ് പ്രധാനപ്പെട്ട വിഷമമുള്ളത്, സംസാരത്തിനുള്ളത്. ഓർമ്മയ്ക്കോ അങ്ങനെ വിഷമങ്ങളില്ല, കാര്യങ്ങൾ കുഴപ്പമില്ല. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ കൈ കൊണ്ടുള്ള വലത് കൈ ഉപയോഗിക്കാനുള്ള വിഷമം. സാർ ഇപ്പം എവിടെയാണ് സർവീസ് ചെയ്യുന്നത്? സാറിൻ്റെ പോസ്റ്റിംഗ് എവിടെയാണ്? ഇപ്പം പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തോളം കണ്ണൂർ DSC സെൻറ്ററിലുണ്ടായിരുന്നു. അതിനുശേഷം 2017 ഇപ്പം പൂനെ സദേൺ കമാൻഡിൽ അഡീഷണൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാമിലി അവിടെ തന്നെയാണ്, ഞാനും അവിടെ ഉണ്ട്. കുട്ടികളും ഇപ്പം പൂനെയിൽ കേന്ദ്രീയ വിദ്യാലയയിലാണ് അവർ പഠിക്കുന്നത്. അവിടെ നമുക്ക് ഗവൺമെൻറ് മിലിറ്ററി അക്കോമഡേഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മാതൃരാജ്യത്തിന് വേണ്ടി സാറ് ചെയ്ത ത്യാഗം എത്ര വർണ്ണിച്ചാലും വാക്കുകൾ മതിയാകില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഗുഡ്നസ് പ്രോഗ്രാമിലേക്ക് സാറും സാറിൻ്റെ ഫാമിലിയും കടന്നു വന്നത്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിന് ഗുഡ്നസ് ചാനലിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. തുടർന്നുള്ള സാറിൻ്റെ ജീവിതത്തിൽ സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യും.
അതിർത്തികളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി മാത്യു സാബിനെ പോലെയുള്ള പട്ടാളക്കാർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്നത് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ജയ് ഹിന്ദ്.